DCB മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നാളെ UDFും LDFും BJPയും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. തുടർച്ചയായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജനങ്ങൾ കൊല്ലപ്പെടുന്നതിനെതിരെയാണ് നാളെ സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ തുടർച്ചയായി കാട്ടാന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് UDFും LDFും BJPയും. ഒരാഴ്ചയ്ക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 മനുഷ്യജീവനുകൾ നഷ്ടമായ പശ്ചാത്തലത്തിൽ സർക്കാരും വനവകുപ്പും ഗുരുതര അനാസ്ഥ തുടരുന്നുവെന്നാരോപിച്ചാണ് ജില്ലയിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ ആചരിക്കുകയെന്ന് UDF നേതൃത്വം അറിയിച്ചു. കാട്ടാനാക്രമണത്തിൽ 17 ദിവസത്തിനിടെ 3 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് LDF ഹർത്താൽ. കാട്ടാന ആക്രമണത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് BJP ഹർത്താൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ബേലൂർ മഖനെ എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല ചാലിഗതയിൽ അജീഷിന് ജീവൻ നഷ്ടമായിരുന്നു. വെള്ളിയാഴ്ച കുറുവാദ്വീപിലെ വനംവകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ വനം സംരക്ഷണ സമിതി ജീവനക്കാരൻ VP പോൾ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചു. വയനാട്ടിൽ കാട്ടാനകൾക്ക് പുറമെ കടുവകളും ഇറങ്ങുന്നുണ്ട്.